ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരനാമേ, മനോഹരമായ കനാൻ ദേശമേ, അത് എനിക്കഴിയാത്തൊരവകാശമേ, അത് എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ്റെ ബലവും എൻ്റെ സങ്കേതവും, എൻ്റെ ബലവും എൻ്റെ സങ്കേതവും, എൻ്റെ ക്ഷയുമേശുവത്രേ, ഹല്ലേലൂയ, എൻ്റെ ക്ഷയുമേശുവത്രേ, ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് ദിവസം 1-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില വിഷയങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേതനമില്ലാതെ വേല ചെയ്തവർ എന്നുള്ള ഒരു ചിന്തയാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അനന്തരം യോസഫിനെ അറിയാതെ പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. ഫറവോൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ, സംഗതി വരാതിരിക്കുവാൻ നാം അവരോട് ബുദ്ധിപരമായി പെരുമാറുക. അങ്ങനെ കഠിനവേലകൾ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെയാക്കി. ഇവിടെ മുതലാണ് ഇസ്രായേൽ ജനം പീഡിപ്പിക്കാൻ സംഗതിയായത്. യോസഫിൻ്റെ ഭരണകാലം ഇസ്രായേൽ ജനത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഗോശൻ ദേശത്ത് അവർ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ യോസഫിൻ്റെ മരണശേഷം കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ടായി. അമ്മോസ് എന്ന ഭരണാധികാരിയായിരുന്നു എന്നും ഫിഗ്നോസോസ് രാജാക്കന്മാരായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. യോസഫിൻ്റെ അറിയാത്ത രാജാക്കന്മാരെന്ന് പറയുന്നത്. ഏതായാലും ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയുടെ നാളുകളായിരുന്നു. ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറ് കൊണ്ടുള്ള അടികളും തുച്ഛമായ ആഹാരങ്ങളും മാത്രമേ ചെയ്യുന്ന ജോലിക്ക് വേതനവും ലഭിച്ചിരുന്നില്ല. 400 വർഷം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കുമെന്ന് അവർ ജനത്തെ പീഡിപ്പിക്കുമെന്നുള്ള അബ്രഹാമിനോടുള്ള ദൈവശബ്ദത്തിൻ്റെ നിവൃത്തീകരണത്തിലേക്ക് ഇസ്രായേൽ ജനം വന്നിരിക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം കാലതാമസം വരുത്തുകയില്ല. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവൃത്തിയായിട്ടാണ് മോശയുടെ ജനനം. 4-ാം തലമുറക്കായി മോശ ജനിച്ചു. ഇസ്രായേൽ ജനത തിരിച്ചറിഞ്ഞില്ലെങ്കിലും മോശയുടെ അമ്മ യോക്കെബേദ് അത് തിരിച്ചറിഞ്ഞു. ഫറവോൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറപ്പിച്ച് 3 മാസക്കാലം കുഞ്ഞിനെ ഒളിപ്പിച്ച് മോശയെ ദൈവം ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി കണ്ടെത്തി. മോശ മിസ്രൈമിൽ നിൽക്കുന്ന കാലത്തോളം ദൈവപ്രവൃത്തികൾക്ക് തടസ്സമായി മാറുമെന്ന്, അതിന് മോശയ്ക്ക് മിസ്രൈമിൽ നിൽക്കാൻ സാധിക്കാത്ത പ്രതികൂലം ദൈവം അവിടെ ഒരുക്കി. മിസ്രൈമിനെ അടിച്ചു കൊല്ലുവാൻ മോശയ്ക്ക് ഇടവരുത്തി. അങ്ങനെ മിസ്രൈം എന്ന സ്വപ്നം കെട്ടടങ്ങി. വാഗ്ദത്തം ലഭിച്ചവൻ മിസ്രൈമിലല്ല നിൽക്കേണ്ടത്. അങ്ങനെ മോശ പ്രാണരക്ഷാർത്ഥം ഓടി അബ്രഹാമിൻ്റെ സന്തതിയുടെ അടുക്കൽ മിദ്യാനിലെത്തി. നീണ്ട മരുഭൂമിയിൽ കൂടി 300 കിലോമീറ്റർ നടന്നു മോശ മിദ്യാനിലെത്തിയത്. ക്ഷീണിച്ച് അവശനായി കിടന്ന മോശയ്ക്ക് ചൈതന്യം വന്നത് യിത്രോവിൻ്റെ മക്കളെ കണ്ടപ്പോഴാണ്. നവാഗതന് സ്വാഗതമരളി യിത്രോ മോശയെ ഭവനത്തിൽ കൈക്കൊണ്ടു. ആടുകളെ മേയ്ക്കുവാൻ മോശയെ നിയോഗിച്ചു. ക്ഷിപ്രകോപിയെ മരുക്കിയെടുക്കുവാൻ ദൈവം ഒരുക്കി വച്ചിരുന്ന ഒരു തൊഴിലായിരുന്നു ഇത്.
യിത്രോ മകൾ സിപ്പോറയെ മോശയ്ക്ക് വിവാഹം കഴിച്ചു നൽകി. ഈ സമയത്ത് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്ന സമയമെടുത്തു. മിസ്രൈമിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വേതനമില്ലാത്ത തൊഴിൽ അവർക്ക് അസഹ്യമായി തോന്നി. കനാനിൽ നിന്നും വന്ന് തലമുറയ്ക്ക് ശേഷം ഉണ്ടായ തലമുറകൾക്ക് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ അത്ര പരിചയമില്ലാതെയും യാഗങ്ങളോ ആരാധനകളോ ഇല്ലാതെയായിരുന്നു മിസ്രൈമിൽ ജീവിതം തള്ളി നീക്കിയത്. ഇപ്പോൾ ഫറവോൻ്റെ പീഡനവും ജീവിതവും അവർ മടുത്തു. അവർ യഹോവയോട് നിലവിളിച്ചു. കൃത്യം യഹോവ അബ്രഹാമിനോട് പറഞ്ഞ സമയമെടുത്തു. ദൈവം ജനത്തിൻ്റെ കഷ്ടതകൾ കണ്ടു. ഹോരേബിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി സംസാരിച്ചു. ഉപാധികൾ പറഞ്ഞ് ദൗത്യത്തിൽ നിന്ന് ഒഴിയുവാൻ മോശ താല്പര്യം പ്രകടിപ്പിച്ചു. എങ്കിലും ദൈവം മുന്നമേ മോശയായിരുന്നു ഈ ദൗത്യം ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ മോശ ഫറവോൻ്റെ മുൻപാകെ ചെല്ലുന്നു. ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കാത്ത ഫറവോൻ്റെ മേലും തൻ്റെ രാജ്യത്തിൻ്റെ മേലും ദൈവം ന്യായവിധി നടത്തുന്നു. ഇത്രയും കാലം വേതനമില്ലാതെ വേല ചെയ്ത ഇസ്രായേൽ ജനത്തിന് ദൈവം ബോണസ് സഹിതം നൽകുന്ന സംഭവമായിരുന്നു. ജനങ്ങൾ പുറപ്പെട്ടപ്പോൾ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും മറ്റും ആദേശക്കാർ നൽകി യാത്ര അയക്കുന്നത്. പ്രതികൂലമായതിനെ എല്ലാം അനുകൂലമാക്കി ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തി. ചെങ്കടൽ, യോർദാൻ, എരിഹോ മുതലൊക്കെയും ദൈവം അവർക്ക് അനുകൂലമാക്കി. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത പോലെ തൻ്റെ തലമുറകളെ വാഗ്ദത്തത്തിലെത്തിച്ചു. പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നും ഇല്ല എന്നുമാണ്. ആകയാൽ കാലങ്ങൾ നീണ്ടുപോയാലും ദൈവം തൻ്റെ വാഗ്ദത്തം മുടക്കുകയില്ല. അതിനായി പ്രത്യാശയോട് കാത്തിരിക്കാം. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചെറിയ ഇന്ത്യയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.